ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഉഷ ജാനോമി അലോയ് ഡെലക്സിൻ്റെ ഈ ഫ്രൂട്ടുകൾ എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം, എത്ര തരം ഫ്രൂട്ടുകളുണ്ട് അതിനെക്കുറിച്ചൊക്കെയാണ് ഈ കാണുന്നത്. അത് നമുക്ക് ഇവിടെ ബാക്കിൽ ഒരു സാധനമുണ്ട്, അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റും എന്നതാണ്. സാധാ മെഷീനേക്കാളും സിമ്പിളായിട്ട് ഫ്രൂട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നോർമൽ ഫ്രൂട്ട്. ഈ രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ വരുന്ന ഇതാണ് നോർമൽ ഫ്രൂട്ട്. ഉഷ ജാനോം അലോയ് ഡെലക്സിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു കിറ്റാണിത്. ഇതിൽ ചിലതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഫ്രൂട്ടുകളുണ്ട്, ബാക്കി നമ്മൾ ഇതിലില്ലാത്ത ഫ്രൂട്ടുകൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. ഇത്രയും ഫ്രൂട്ടുകളാണ് നമുക്ക് കിട്ടുന്നത്. ഒരു നോർമൽ ഫ്രൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ ബാക്കി 4 ടൈപ്പ് ഫ്രൂട്ടുകളും ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നിലും ഓരോ ഉപയോഗങ്ങളാണുള്ളത്. ഇത് നമുക്ക് ബട്ടൺ ഹോൾ സിമ്പിളായിട്ട് ചെയ്യാനുള്ളതാണ്. ബട്ടൺ ഹോളും ബട്ടണും നമുക്ക് പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ചെയ്യാനുള്ള മെത്തേഡ് ഉണ്ട്. ഇത് ജസ്റ്റ് വെച്ചാലാവില്ല, ഇതിനൊരു സൂത്രമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത്. റോൾഡ് ഹെമ്മിങ് ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. ഈ അഗ്രഭാഗം ഈ ഒരു രൂപത്തിലായിട്ടാണ് വരുന്നത്. ഈ ഒരു ഫ്രൂട്ട് നമുക്ക് മടക്കി തയ്ക്കുമ്പോൾ ഹെമ്മിങ് കിട്ടുന്ന രൂപത്തിൽ കിട്ടാനാണ്. നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഇതാണ് സിബ്ബർ ഫ്രൂട്ട്. സിബ്ബർ ഫ്രൂട്ട് വൺ സൈഡ് സിബ്ബർ ഫ്രൂട്ടാണിത്. നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ഫ്രൂട്ടുകളും ഉണ്ട്, പക്ഷേ ഇതിൻ്റെ കൂടെ അത് കിട്ടിയിട്ടില്ല. ഇത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ സിബ് പിടിപ്പിക്കുമ്പോൾ ഹൈഡായിട്ട് ഇൻവിസിബിൾ സിബൊക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണിത്. ഉഷ ജാനോം അലോയ് ഡെലക്സിൻ്റെ നോർമൽ ഫ്രൂട്ടാണ് ഇത്. ഇതെങ്ങനെയാണ് പ്ലേസ് ചെയ്യുക എന്നും കൂടെ നമുക്ക് നോക്കാം. ഒരു പണിയുമില്ല, ജസ്റ്റ് നമ്മൾ ഈ ഒരു ഫ്രൂട്ട് ഈ ഭാഗം ഇവിടെ വരണം, ആ രൂപത്തിൽ നമ്മളൊന്ന് പ്ലേസ് ചെയ്താൽ മതി. 2-3 തവണ ശ്രമിക്കുമ്പോൾ തന്നെ ഇത് വളരെ നല്ല എളുപ്പത്തിൽ ശരിയാവും. ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഫ്രൂട്ട് അറേഞ്ച് ചെയ്യാനുള്ള സംഭവം. ഈ രൂപത്തിലേക്ക് മാറുന്നത് അതാണ്. അപ്പം ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ് താഴ്ത്താനും നമുക്ക് പൊന്തിക്കാനും ഒക്കെ കഴിയുന്നത്. ജസ്റ്റ് ഈ ഒരു ഫ്രൂട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് 2 തവണ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല രീതിയിൽ കറക്റ്റായിട്ടാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കയറും. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഇനി ഇത് റിമൂവ് ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് മെഷീൻ വരുന്നത്. ഇതിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ ബാക്കിൽ ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഇത് കാണിക്കാം. ഇവിടെയാണ് ഇത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് വീഴും. കണ്ടോ, പ്രഷർ ഫ്രൂട്ട് നമുക്ക് സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അത് വെക്കണമെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ വെക്കുക, എന്നിട്ട് ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ചാൽ പെട്ടെന്ന് പ്ലേസ് ആവും.